ഇറാനെതിരെ ആക്രമണം നടത്താൻ അമേരിക്ക പൂർണ്ണ സജ്ജമെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്നും പിന്മാറിയത് 1 മണിക്കൂർ മുമ്പ് മാത്രമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പ്. വെടിനിർത്തൽ വിഷയത്തിൽ ധാരണയായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇറാനെതിരെ ആക്രമണം ഉണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാന്റെ നേതാക്കൾ യാചിക്കുകയാണെന്നും ട്രംപ് പ്രതികരിച്ചു. ഇറാനെതിരെ കഴിഞ്ഞ ദിവസം നടത്താനിരുന്ന വ്യോമാക്രമണം ഗൾഫ് രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാണ് താൽക്കാലികമായി മാറ്റിവെച്ചതെന്ന് ട്രംപ് വെളിപ്പെടുത്തി. സൗദി അറേബ്യ, UAE, ഖത്തർ എന്നീ രാജ്യങ്ങളുടെ തലവന്മാർ ചർച്ചകൾക്കായി സമയം ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ഈ കാലതാമസം താൽക്കാലികം മാത്രമാണെന്നും ആക്രമണത്തിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ US സൈന്യത്തിന് നിർദ്ദേശം നൽകിയെന്നും ട്രംപ് വ്യക്തമാക്കി. ഇറാന്റെ ആണവ പദ്ധതികൾ പൂർണ്ണമായും അവസാനിപ്പിക്കുക മാത്രമാണ് ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കയുടെ അന്ത്യശാസനത്തിന് കടുത്ത ഭാഷയിലാണ് ഇറാൻ മറുപടി നൽകിയത്. രാജ്യത്തിന്റെ പരമാധികാരവും താൽപര്യങ്ങളും ബലി നൽകിയുള്ള ഒരു കരാറിനും തയ്യാറല്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. അമേരിക്ക വീണ്ടും ഒരു അധിനിവേശത്തിന് മുതിർന്നാൽ രാജ്യം തിരിച്ചടിക്കുമെന്ന് ഇറാൻ സേനാ വക്താവ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. യുദ്ധമുണ്ടായാൽ തങ്ങൾ കരുതി വച്ചിരിക്കുന്ന വലിയ സർപ്രൈസ് അമേരിക്കയ്ക്ക് കാണാമെന്നും ഇറാൻ ഭരണകൂടം വ്യക്തമാക്കുന്നു. ഇതിനിടെ മേഖലയിൽ ഇസ്രയേലുമായി ചേർന്ന അമേരിക്ക സൈനിക ഒരുക്കങ്ങളാണ് നടത്തുന്നത്. കൂടുതൽ അത്യാധുനിക പോർ വിമാനങ്ങളും യുദ്ധക്കപ്പലുകളും അമേരിക്ക ഇസ്രയേലിൽ എത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ US ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥർ യോഗം ചേർന്നിരുന്നു. യോഗത്തിൽ ഇറാനെതിരായ ആക്രമണ പദ്ധതികൾക്ക് അന്തിമ രൂപം നൽകി. ഏതു സമയത്തും മേഖലയിൽ ഒരു പൂർണ്ണ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാമെന്നാണ് സൂചന. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.